കൊച്ചി കോർപ്പറേഷനിൽ മേയർ പദവി നൽകാതെ തഴഞ്ഞതിൽ വിമർശനമുന്നയിച്ച് ദീപ്തി മേരി വർഗീസ്. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് സെൻട്രൽ കേരള സോണൽ മീറ്റിംഗിലാണ് വിമർശനമുന്നയിച്ചത്. KPCC മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. മേയർ തെരഞ്ഞെടുപ്പിൽ ചിലരുടെ വ്യക്തി താൽപര്യങ്ങളാണ് നടപ്പായതെന്ന് സക്കീർ ഹുസൈനും വിമർശിച്ചു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അസ്ലം, മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ദീപ്തി പ്രതികരിച്ചത് തനിക്ക് പരിഭവമൊന്നും ഇല്ല എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, തനിക്ക് എതിർപ്പുണ്ട്, നടന്നത് ശരിയായില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മേരി. അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തുന്നു. എന്താണ് വയനാട്ടിൽ നടന്ന യോഗത്തിൽ സംഭവിച്ചത്? മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നേരത്തെ തന്നെ അവിടെ വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായതാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് വരികയും മിനിമോൾ മേയറായി മാറുകയും ചെയ്തെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ KPCCയുടെ ലക്ഷ്യ ലീഡർഷിപ്പ് ക്യാമ്പിന്റെ ഭാഗമായി 3 മേഖലകളെ തിരിഞ്ഞുകൊണ്ട് ചർച്ചകൾ നടക്കുന്ന ഓരോ മേഖലയിലെയും രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ മധ്യമേഖലയിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് ദീപ്തി മേരി സംസാരിച്ചപ്പോഴാണ് അവർ ഈ ഒരു കാര്യം കൂടി പറഞ്ഞത്. അതായത് കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന രീതി ശരിയായാലും തന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ KPCC തെരഞ്ഞെടുത്ത രീതിയെ KPCC മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ചു. മേയർ പദവി നൽകാതെ തടഞ്ഞതിൽ അതിലുള്ള അതൃപ്തി കൃത്യമായി തന്നെ KPCCയുടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് രീതിയാണ് താൻ വിമർശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു KPCCയുടെ ഒരു ജനറൽ സെക്രട്ടറിയായ സക്കീർ ഹുസൈനും ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങളായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നുകൂടി വിമർശനം ഉന്നയിക്കുന്നത്. പൊതു ചർച്ചയിൽ ഉയർന്നു വന്നതല്ല. അതേസമയം തന്നെ ഓരോ മേഖലകളെ തിരിച്ചുള്ള ചർച്ചകൾ, വ്യത്യസ്തമായ ചർച്ചകൾ ഉയർന്നു വന്നതിൽ ആണ് വന്നിരിക്കുന്നത്. എന്തായാലും കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള അതൃപ്തി ഈ KPCCയുടെ നേതൃ ക്യാമ്പിലും ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവർ ഉന്നയിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ഗ്രൂപ്പ് തിരിച്ചുള്ള മീറ്റിംഗ്, അതായത് മധ്യമേഖല, അതിന് തന്നെ ഉത്തരമേഖല, ഇങ്ങനെ തിരിച്ചുള്ള മീറ്റിംഗ് ഇപ്പോഴും നടക്കുകയാണ്. മധ്യമേഖലയുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു 60ഓളം സീറ്റുകളുണ്ട്. മലപ്പുറം മുതൽ ഇടുക്കി വരെയുള്ള ഈ 60ഓളം സീറ്റുകളിൽ 43 സീറ്റ് UDF കിട്ടാനുള്ള സാധ്യത നിലവിലുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, രാഷ്ട്രീയ സാഹചര്യം കൂടെ പരിഗണിച്ചുകൊണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് മലപ്പുറത്ത് 16 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് 12-ൽ 5 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത്. തൃശ്ശൂരിലാണെങ്കിൽ 13-ൽ 6 സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എറണാകുളത്ത് 14-ൽ 12 സീറ്റുകളും UDF ലഭിക്കുമെന്നാണ് അവിടെ കണക്കുകൂട്ടൽ. ഇടുക്കിയിലാണെങ്കിൽ 5-ൽ 4 സീറ്റുകൾ, നിലവിൽ 1 സീറ്റ് മാത്രമാണുള്ളത്. അങ്ങനെ മധ്യമേഖലയുള്ള 60 സീറ്റുകളിൽ 43 സീറ്റ് കിട്ടാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉത്തരമേഖലയിലും ദക്ഷിണ മേഖലകളിലും ചർച്ചകൾ